ബർഗിമോർ തിരുമേനി, വന്യ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, വൈദ്യശ്രേഷ്ഠരെ, ശമാശന്മാരെ, അമ്മായിമാരെ എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. With the hearts filled with the gratitude, our Lord and God, on behalf of the Clergy Council, I would like to welcome each of you to this sacred gathering. As St. Jacob of Saruk reminds us, the church is built upon the tears, prayers, and labors of her shepherds. Today we come not only to discuss matters of administration, but to rekindle our shared vision to serve the body of Christ with love, humility, and unity. Let our conversations be seasoned with the wisdom of our holy tradition. And may the Holy Spirit, who descended upon the apostles, guide our thoughts and decisions. As we meet, may we remember the words of Saint Ephraim, "Blessed is the servant who carries the burden of the church with joy." May our fellowship today be fruitful, our minds will be illumined, and our ministry be strengthened for the glory of God and the growth of His holy church. On behalf of the Clergy Association, welcoming His Eminence More Andimos Tirumeni for our clergy meeting, and our beloved Archbishop, His Eminence Martito Seldo, who is right now Tirumeni Sunday School മീറ്റിങ്ങിലാണ്, ഇപ്പോൾ വരും. അതോടൊപ്പം ഒറ്റ വാക്കിൽ എല്ലാ കോറപ്പിസ്കോപ്പാച്ചന്മാരെയും അതേപോലെ വൈദ്യശ്രേഷ്ഠരെയും ശമാശന്മാരെയും അമ്മായിമാരെയും ഒറ്റ വാക്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ബിസിനസ് മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഒരു കയ്യോടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണെങ്കിൽ സന്തോഷം. താങ്ക് യു. അതേപോലെ ഇപ്പോൾ ഓത്ത് ഓഫ് അലിജിയൻസിന് വേണ്ടിയിട്ട് നമ്മുടെ വന്യ അമേരിക്കൻ, ഇന്നലെ മത്തായച്ചൻ പറഞ്ഞതുപോലെ അമേരിക്കൻ ഭദ്രാസനത്തിൽ ആദ്യമായിട്ട് വൈദിക ശ്രേഷ്ഠതയിലേക്ക് വിളിച്ച് അടുപ്പിച്ചതായി വന്യ ജോസഫ് കോറപ്പിസ്കോപ്പാച്ചനെ ഓത്ത് ഓഫ് അലിജിയൻസിന് വേണ്ടി എല്ലാവരുടെയും പേരിൽ ക്ഷണിക്കും. പ്ലീസ് സ്റ്റാൻഡ്. ബാറക്മോർ. ഭക്തിപ്രമേയം. അന്ത്യോക്യയുടെയും കിഴക്കൊക്കയുടെയും പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന നിതാന്ത്യ വന്യ ദിവ്യ മഹാമഹിമശ്രീ പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്തിയോസ് അഫ്രൈം രണ്ടാമൻ പാത്രിയർക്കീസ് ബാബായോടും ഇന്ത്യയിലെ ശ്രേഷ്ഠ കാതോലിക്ക നിതാന്ത്യ വന്യ മഹിമശ്രീ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബായോടും വടക്കേ അമേരിക്കയിലെ അധിപദ്രാസനത്തിൻ്റെ മെത്രാപോലിത്തായും പാത്രിയർക്ക വികാരിയുമായ നിതാന്ത്യ വന്യ ദിവ്യശ്രീ എൽദോ മോർ തീത്തോസ് മെത്രാപോലിത്തായോടും പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ എല്ലാ അഭിവന്യരായ മെത്രാപോലിത്തന്മാരോടും 2025 ജൂലൈ മാസം 18-ാം തീയതി വടക്കേ അമേരിക്കയിലെ അധിപദ്രാസന വൈദിക യോഗത്തിനുള്ള ഭക്തിയും ആദരവും കൂറും വിധേയത്വവും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. അനുവാദകൻ റവറൻ ഫാദർ തോമസ് കോര പുൽപ്പാറയിൽ. അവതാരകൻ വെരി റവറൻ ജോസഫ് സി ജോസഫ് കോറപ്പിസ്കോപ്പോസ്. താങ്ക് യു. ഇപ്പോൾ മെഡിറ്റേഷൻ സ്പീച്ചിന് വേണ്ടി എത്രയും ബഹുമാനപ്പെട്ട അന്തിമോസ് തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ ക്ഷണിക്കുന്നു. On behalf of the Clergy Association, let us welcome the Patriarchal Assistant and the Metropolitan of Damascus, Bali Tirumeni, to our clergy meeting. Let us welcome. Thank you.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. അഭിവന്യ മോർ ജോസഫ് ബാലി തിരുമേനി, വന്നിയ കോർപ്പിസ്കോപ്പമാർ, വൈദിക ബസ്ക്യാമമാർ, പ്രിയപ്പെട്ടവരുമേ, ഇന്ന് വൈദികരുടെ യോഗത്തിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചെറിയ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വാക്യങ്ങളാകുന്നു. നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിപ്പോകുന്ന ഒരു ഇടയനെയാണ് അവിടെ നമുക്ക് കർത്താവ് കാണിച്ചു തരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും ഈ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ 2 ഭാഗങ്ങളിലുള്ള നറേഷൻസ് വ്യത്യാസമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് ആ ഇട്ടിടയും ചെയ്യുന്നതായിട്ട് അവിടെ കാണുന്നത്. നഷ്ടപ്പെട്ട പോയ ഒന്നിനെ തേടിപ്പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ 99നെയും മലയുടെ മുകളിൽ നിർത്തുന്നു. എന്നിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടിപ്പോകുന്നു. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ ധ്യാനിക്കുവാനായിട്ടുള്ള നല്ലൊരു വേദഭാഗമാണ് ഇതെന്ന് എനിക്ക് തോന്നാറുണ്ട്. മലമുകൾ എപ്പോഴും ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലേക്ക് കയറിപ്പോകുകയും നേരം വെളുക്കുവോളം പ്രാർത്ഥിക്കുകയും തുടർന്ന് അനേക ശിഷ്യന്മാരിൽ നിന്ന് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തുവെന്ന് കാണുവാൻ സാധിക്കും. മലമുകൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഞാൻ ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യം, ഫോക്കസ്, അത് സമൂഹത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാകുന്നു. പ്രത്യേകിച്ച് ശമ്മാശന്മാരെ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ 6-ാം അധ്യായത്തിൽ ടു സെർവ് ഓൺ ദ ടേബിൾസ്, മേശിൽ ശുശ്രൂഷിക്കുക. ഭാഗ്യവാനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന, ഒരുവൻ കശീശ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ശുശ്രൂഷ ആഗ്രഹിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷ ഒരു നല്ല ശുശ്രൂഷയാകുന്നു. ആ ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മെ ഭരമേൽപ്പിക്കുന്നതായ ആ ശുശ്രൂഷകളെ, വാട്ട് മേ ബി, അതേറ്റവും ശ്രേഷ്ഠമായി പരിപാലിക്കുക എന്നുള്ളതാകുന്നു. ഇതാ ഇവിടെ ഈ ആട്ടിടയൻ ഒന്നിനെ തേടിപ്പോകുന്നുണ്ട്. പക്ഷേ 99നെ നഷ്ടപ്പെടുത്താതെയാണ് ഒന്നിനെ തേടിപ്പോകുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു ചിന്തയുണ്ട്, ഒന്നിനെ തേടിപ്പോകുന്നു, മറ്റ് 99 നഷ്ടപ്പെടുകയാണോ? ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, ആ 99നെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആണ് ഒന്നിനെ തേടിപ്പോകുന്നത്. സോ ദ ഫോർമോസ്റ്റ് ഡ്യൂട്ടി ഓഫ് priesthood is to keep our faithful safe in the hands of God. ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ വിശ്വാസികളെ സുരക്ഷിതമായി ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. നമ്മുടെ റിച്വൽസ് ആകട്ടെ, നമ്മുടെ ലിറ്റർജി ആകട്ടെ, ഇതെല്ലാം അപ്ഹോൾഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, കോവിഡിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട്, കോവിഡ് ഒരു പാൻഡമിക് ആയിരുന്നു. അപ്രകാരം 3-ാം നൂറ്റാണ്ടിൽ 4-ാം നൂറ്റാണ്ടിൽ പാൻഡമിക് ഉണ്ടായിരുന്നു. മോർ അഫ്രൈമിൻ്റെ കാലഘട്ടത്തിൽ അത് പ്ലേഗ് ആയിരുന്നു. ആ സമയത്ത് മോർ അഫ്രൈം ധനികരുടെ അടുത്ത് പോയി ഭക്ഷണവും വസ്ത്രവും എല്ലാം സ്വീകരിക്കുകയും അത് പാവപ്പെട്ടവർക്കായി കൊടുക്കുകയും ചെയ്തതെന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. മോർ അഫ്രൈമിനെ കുറിച്ച് ഒത്തിരി ചരിത്രങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥ ചരിത്രം കുറച്ചേ ഉള്ളൂ. മറ്റെല്ലാം കുറേ മിത്തുകളാണ്. എന്നാൽ അന്നത്തെ കാലത്തുണ്ടായ പാൻഡമിക്കിൽ മോർ അഫ്രൈം പാവപ്പെട്ടവർക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ കൊടുത്തുവെന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. JB Segal, ദ ബ്ലസ്സഡ് എഡേസ ദ ബ്ലസ്സഡ് സിറ്റി എന്നുള്ള
പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് അതെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതാകുന്നു മോർ എഫ്രൈമിൻ്റെ ഒരു പ്രാർത്ഥന. 40 നോമ്പോടഗതിക്കാർ കപ്പവുമേകി പോറ്റുക നീ, മന്നവനീശായസുദിനെ പോൽ 7 കുറി പ്രാർത്ഥിച്ചിടുക. 40 ദിവസം നോമ്പ് നോക്കണം, 7 നേരം പ്രാർത്ഥിക്കണം, തീർന്നില്ല, അഗതികൾക്ക് അപ്പത്തേക്ക് കൊടുക്കണം. സേഫായിട്ട് തൻ്റെ ജനത്തെ ശുശ്രൂഷിച്ച ഒരു പിതാവ്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാവും നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മെ ഭരമേൽപ്പിക്കുന്ന ആ ഇടവകയെ, നമ്മെ ഭരമേൽപ്പിക്കുന്ന ആ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സേഫായി നിർത്തുക. കീപ് ദം സേഫ് ഇൻ ദ മൗണ്ടൻസ്. ദൈവ സാന്നിധ്യത്തിൽ അവരെ നിലനിർത്തുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു സഭയ്ക്ക്, ഒരു ഇടവയ്ക്ക് വളരുവാൻ സാധിക്കുന്നത്. എത്രമാത്രം നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ചേർന്ന് നിൽക്കുന്നു, അത്രമാത്രം നാം സേഫായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതം. ഈ അടുത്ത കാലത്ത് മെയ് മാസത്തിൽ നിക്യാ സുന്നോസിൻ്റെ 1700 വാർഷികത്തിൽ സംബന്ധിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിരുന്നു. കോപ്റ്റിക് ചർച്ചിന് ഒത്തിരി മാത്രം പീഡനങ്ങളുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവിടെ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകാം. നാം അവിടെ കെയ്റോയിലല്ല, ഈജിപ്തിലെ പല ദേറാകൾ പോയി കഴിഞ്ഞാൽ അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ, ആംഡ് ഫോഴ്സസിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. എന്നാൽ അവിടെ അത്രമാത്രം ഒരു വളർച്ചയും സഭയ്ക്കുണ്ട്. ഞങ്ങൾ അന്ന് നിക്യാ സുന്നോസിൻ്റെ അവസാനത്തെ ആ സെലിബ്രേഷൻ്റെ കുർബാന സംബന്ധിച്ച് അബ്ബാസി എന്ന സ്ഥലത്തുള്ള ഒരു വലിയ കത്തീഡ്രലാണ്. 7000 പേർക്ക് നിൽക്കാവുന്ന ഒരു കത്തീഡ്രലാണ്. 7000 പേർക്ക് അപ്സ്റ്റേഴ്സും ഡൗണിലായിട്ട്. അത്രമാത്രം ജനങ്ങളാണ് ഒരു കുർബാനയ്ക്ക് അവിടെ വരുന്നത്. പക്ഷേ അതർ സൈഡിൽ അവർക്ക് അത്രമാത്രം പീഡനങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് ജോബ്സ് ഒന്നും ക്രിസ്ത്യാനികൾക്ക് അവിടെ ലഭിക്കുകയില്ല. പക്ഷേ അവിടുത്തെ പുരോഹിതന്മാർ, ഒത്തിരി ദേറാക്കാരുണ്ട്. അവിടെ ഒരു ദേറായിൽ മിനിമം 250-300 ദേറാക്കാരാണ്. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെയൊക്കെ ദേറായിൽ 1-2 പേര് ആയെങ്കിലായി. ഞാൻ പറഞ്ഞു വന്നത്, അത്രമാത്രം ആ പുരോഹിതന്മാർ നഷ്ടപ്പെട്ടു പോകാതെ ആടുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സേഫായിട്ട് നിർത്തുന്നു. ഈസ് ഇറ്റ് അവർ റെസ്പോൺസിബിലിറ്റി? നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഇത്? നമ്മുടെ കുടുംബങ്ങൾ വഴിമാറിപ്പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ തലമുറകൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്കൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൂടാ? നഷ്ടപ്പെടുത്താതെ ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടിപ്പോകുന്നതായ കർത്താവിനെ പോലെ ആ ജനസമൂഹത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സേഫാക്കി നിർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ തേടിപ്പോകുവാൻ നമുക്ക് സാധിക്കണം. ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ ഒരു കടമ അത് തന്നെയാകുന്നു. ഒരു പുരോഹിതൻ ആ കടമ നിർവഹിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയുടെ ബിഷപ്പായിരുന്ന ഫുൾട്ടൺ ജോൺ ഷീൻ പറഞ്ഞതുപോലെ, എ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ. അവന് വേണമെങ്കിൽ ഈ 99-നെയും പരിപാലിച്ചുകൊണ്ട് ജീവിക്കാം, പക്ഷേ അവനോ ഒന്നിനെ തേടി പോവുകയാണ്. ബിക്കോസ് എ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ. അതുകൊണ്ടാണ് മോർ എഫ്രൈം പറഞ്ഞത്, പ്രീസ്റ്റ് ഈസ് ഐക്കൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഈസ് എൻ ഇമേജ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി മാറുവാൻ പുരോഹിതന്മാർക്ക് സാധിക്കുമ്പോൾ അവിടെ നമ്മുടെ ശുശ്രൂഷ ഏറ്റവും ഫലവത്തായി തീരും. നമ്മുടെ വിശ്വാസ സമൂഹത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സേഫാക്കി നിർത്തുവാൻ, ദൈവസ്ഥാനത്തിൽ അവരെ വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പറഞ്ഞ പോലെ, ഒപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, പ്രീസ്റ്റ് ആർ ദ ഫേസ് ഓഫ് ദ ചർച്ച്. പുരോഹിതന്മാരാണ് ഈ സഭയുടെ മുഖം. മെത്രാപ്പൊലിത്തന്മാരാണ് എന്നുള്ളത് ഒരു അബദ്ധ ധാരണയാണ് എനിക്ക് തോന്നുന്നത്. എത്രമാത്രം തീരുമാനങ്ങൾ എടുത്താലും അതെല്ലാം നമ്മുടെ ഇടവകളിൽ പ്രാവർത്തിയോഗ്യമാക്കി തീർക്കുന്ന പുരോഹിതന്മാരാണ്. സോ യു ആർ ദ ഫേസ് ഓഫ് ദ ചർച്ച്. ഒരു പക്ഷേ ലൈവാണ് എങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അപജയങ്ങൾ ഉണ്ടാകുന്നത്? എവിടെയെല്ലാം പുരോഹിതന്മാരുടെ ശുശ്രൂഷ അവഗണിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്. എപ്പോഴെല്ലാം അവർ സഭയുടെ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ നാട്ടിലൊക്കെ തുറന്നു പറഞ്ഞ ഒത്തിരി
വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാനെപ്പോഴും പറയുന്ന പോലെ പുരോഹിതന്മാർ തങ്ങളുടെ ജീവിതത്തിൽ ആ ലഭിച്ചതായ പൗരോഹിത്യ നൽവരത്തിൽ നിന്നുകൊണ്ട് സഭയുടെ മുഖമായി മാറുമ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ വല്യച്ഛന്മാർ, ഞാനെപ്പോഴും ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ഇടവയിലുള്ളൊരു അച്ഛൻ്റെ ഒരു ഫാദർലി ഫിഗർ നമ്മുടെ മനസ്സിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അങ്ങനെ ഒരു മോഡൽ കണ്ടിട്ടാണ് വൈദികനാകാൻ തീരുമാനിച്ചത്. പോൾ തോട്ടക്കാട്ടച്ഛൻ്റെ ബന്ധുവായ വലിയുറുമ്പിൽ അച്ഛനെ കുറിച്ചൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അച്ഛനെയൊക്കെ ഞാൻ ഒത്തിരി, അന്ന് ആലുവായിൽ പള്ളിയിൽ കറണ്ടില്ല. അച്ഛൻ തന്നെയാണ് അന്ന് നമ്മുടെ ഗ്യാസ് ലൈറ്റ് ഉണ്ടല്ലോ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് അച്ഛൻ തന്നെയാണ് അതെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ മനസ്സിലെല്ലാം അത്തരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്ത, ശുശ്രൂഷ ചെയ്ത പുരോഹിതന്മാരുടെ മുഖമുണ്ട്. ദാറ്റ്സ് വൈ ഐ സെഡ് പ്രീസ്റ്റ് ആർ ദ ഫേസ് ഓഫ് ദ ചർച്ച്. ആ മുഖം കണ്ടിട്ടാണ് ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നാളത്തെ തലമുറയും ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. അല്ലാതെ സഭ വെച്ച് നീട്ടുന്നതായ ഒന്നുമില്ല. സഭ നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്ന ദുരിതവും ദുഃഖങ്ങളും പീഡനങ്ങളുമാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോ വൈദികരുമാണ് നാളത്തെ വൈദികരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, നാളത്തെ വൈദികരാകുവാനായിട്ടുള്ള പ്രചോദനം നൽകുന്നു. അപ്പോൾ ആ ഫേസിൽ വരേണ്ടതായ ഏറ്റവും ഉത്തരവാദിത്വം ആ വിശ്വാസ സമൂഹത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സേഫാക്കി നിർത്തുക എന്നുള്ളതാണ്. എത്രമാത്രം ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ ആ ഒരു കടമ നിർവഹിക്കുന്നുവോ അത്രമാത്രം ആ ഇടവകയിൽ നന്മയുണ്ടാകും, വളർച്ചയുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. അത്തരത്തിൽ പ്രതിബദ്ധതയുള്ള വൈദികരായിട്ട് ഈ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്കറിയാം. ഓരോ ഭദ്രാസനത്തിൻ്റെയും എൻഡ് എന്ന് പറഞ്ഞാൽ സഭയാണ്, ലക്ഷ്യം സഭയാണ്. സഭയുടെ നല്ല പുരോഹിത വൃന്ദമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്ന ദൈവം നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. Thank you so much. Our Trimeni is still in our Sunday school meeting, so let him come. I invite our beloved patriarchal assistant, Bali Trimeni, to give us few words as priest, how we can guide and how we can lead and serve. Thank you. Baruch Mor Trimeni. I was reflecting on something, and you mentioned, even though I did not understand the Malayalam part, but face of Christ. So, of the church. I was reflecting on something that's been a week, about how the priest can be a mirror and to reflect Christ for the people and people also for Christ, and to lift the people in prayer, in the Qorobo, and all of this to the Lord. And there were some reflections on how even if a mirror is not clean, it is still a mirror. Even if the mirror is defected, it is still a mirror. And the more perfect it is, the more perfect it reflects what it has in front of it. A priest should be a clean, not defected, clear mirror in front of the Lord. Because if you're a mirror in front of the world, you reflect the world. If you are a mirror in front of business, you reflect business. You're not doing a proper reflection of Christ. And what really is something that holds me responsible to myself before Christ is the idea of not wanting to be a stumbling rock for others. I want others to see in me something that attracts them to Christ. I want others to see in me a good image of Christ. I want them to use me also to reach Christ. If we think every day
how big is our responsibility in this manner, I think we will be more active, we will have more energy even to do our mission and to be a good reflection of Christ and be the face of the church to the people that we are serving. Another thing that always gives me incentive to work and to hold stronger to my ministry is a small exercise, if you want. Let's imagine we go now to a store of clothes, for example. We see that the person responsible in the store, the salesman, has put the clothes in a marketing way. He has put it in a way to attract us to buy this product and to want to have it. Also, similarly, we should think of ourselves as traders, as salesmen of the word of Christ, of gospel, of mission, of Christ to the world. And we have to put our product in the store in the way to attract new clients, in the way to let them want to buy this product. First of all, we should really reflect the product that we are selling. We should be true to ourselves as salesmen of this product, which is the gospel. I think that many times we work against the store that we are working in. Sometimes it's like driving people away from Christ. Sometimes it's because we don't know. It is because we are not doing enough. It is because we are not really following the footsteps of Jesus that we are defected in this way. What we need to know is, even as traders, we should be successful. And we should be ambassadors of Christ. This is what St. Paul invites us to be. We should be ambassadors of Christ, meaning that we should promote the product of the gospel. We should put forward all this matter of faith that we have to give to others. It is not a complete trade, but at the end, it's a talent that we have. And priesthood is a very sacred talent. If we kakro talent, if we bury it in the soil, it will also, we will be held accountable against that. But if we trade properly, and if we know how much this mission of ours is important, then we are doing our job properly, our mission properly. Priesthood is a sacred sacrament, and we need to be as responsible as one can be with this. And furthermore, we need to put all our efforts in it. This is how we pray in the Tishmishto of the priests. The talent that you have given me, I did not bury it, but I have given all my strength to make profit out of it. And really, our talents, the priesthood talent, is a fruitful talent. Priest, kohno, kahino is fertile. So this talent is fertile as long as we use it properly and put all our effort in it. We have to think always not to be stumbling stones for others. On the contrary, we should be a clean mirror to attract people to Christ and to the church. God bless you in your missions, and I hope this reflection gives you a little bit of spiritual food for the night. Thank you so much, Tirmini, for the kind and inspiring words. And I would like to, I think our Tirmini is still coming. I thought maybe we'll use this time to remember and express our condolences to our beloved late Catholicos,
Basilios Thomas the first, the blessed memory, and also our bishop who passed away, what's his name? Sorry, More Gregorios Saliba, who brought the relics of St. Thomas to India, especially I think in the Molandirthi Church, and also he was led many Perinal services our Manargad Cathedral. So Andimos Tirumeni will lead the prayer now on behalf of us and have a moment of silence. Thank you. കാലം ചെയ്ത സിഷ കാതോലിക്ക ബസേലിയോസ് തോമസ് ഒന്നാമൻ ബാവ തിരുമേനിയും മുസലിലെ ആർച്ച് ബിഷപ്പായിരുന്ന മോർ ഗ്രിഗോറിയൂസ് ജോർജ് സലീബ തിരുമേനിയെയും ഓർക്കാം. അവരുടെ ശുശ്രൂഷകളെ നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കാം. വിശ്വസ്തരും വിജ്ഞാനികളുമായ ഭവന വിചാരകന്മാർക്കുള്ള ആ വാസസ്ഥലം കർത്താവ് തൻ്റെ രണ്ടാമത്തെ ഒരു വരവെങ്കിൽ സഭയെ നയിച്ചവരായ പിതാക്കന്മാർക്ക് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശുദ്ധിയോട് ശുദ്ധ്യാബസ്കുദീശുള്ള പാദങ്ങൾ പോകുധ്യാന ദ്വാരങ്ങൾ വാനവരത്തു വസി ആചാരീശാമശിഹാകൂദ ചകളർപ്പിച്ചോ ശ്രേഷ്ഠാചാര്യ കേകുക പുണ്യോ നാദസ്തോത്രം. നമുക്ക് ക്ലർജി അസോസിയേഷൻ്റെ പേരിലുള്ളതായ കണ്ടോളൻസ് ഇപ്പോൾ എല്ലാ വേദിയുടെയും പേരിൽ അർപ്പിക്കുന്നു. അഭിനന്ദ തിരുമനസ് ഓർമ്മിപ്പിച്ചത് ബെസ്ക്യോമോമാർക്ക് ഈ സമയത്ത് എന്തെങ്കിലും പറയുവാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ അച്ഛന്മാർ അവരവരുടെ അച്ഛന്മാരല്ലാതെ പൊതുവായിട്ട് അത് വീട്ടിൽ ചെല്ലും പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ മറ്റച്ഛന്മാരും അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തിരുമേനിയാണ് കേട്ട് ഉത്തരം പറയേണ്ടത്. ഞാൻ തിരുമേനിയോട് അത് പറഞ്ഞു. എങ്കിൽ തന്നെയും തിരുമേനി പറഞ്ഞു നിങ്ങൾ ഡിസ്പേഴ്സ് പറഞ്ഞു വിടുന്നതിന് മുന്നായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് അതിനായിട്ട് ഈ സമയം വിനിയോഗിക്കാം. അതൊന്ന് പരിചയപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾ അത് അങ്ങനെയൊന്നും ചെയ്യാം. ഏതാണ്ട് 44 വൈദികർ ഇന്നത്തെ ബിസിനസ് മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് നമ്പർ. ലെറ്റ് us give a good clap for the great participation and also the ബെസ്ക്യൂമാരെ ഞാൻ എണ്ണിയില്ല. അവിടെ ഒന്ന് എണ്ണിയപ്പോൾ അതേ വന്നു. തിരുമേനി നിങ്ങളുടെ വിഷയം ഞാൻ തിരുമേനി റൈറ്റ് ടൈം. ഇപ്പോൾ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി തിരുമേനി ഇരിക്കുന്നതിന് മുന്നേ എല്ലാവരുടെയും പേരിൽ തിരുമേനിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ ക്ഷമിക്കണം. സമയം എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. അത് എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് താങ്ക് യു. അവർ രണ്ടുപേരും സംസാരിച്ചു. Thank you so much for the inspiring words, Andimos Tirumeni and Bali Tirumeni, on behalf of the Clergy Association and Clergy Council of the Blessed Malankara Archdiocese. And thank you, and please keep us in your prayers and requesting for prayers and supplication in all time. Thank you. Thank you so much. One more clap, please, as they leave. Thank you. If you have anything to say to Saint Joseph Bali or to His Holiness, you can tell now. Any suggestions or complaints against me or? So we have, yeah. Thank you. Yeah. When is B'Shem Abo V'Bru Ruho Kadisho Hadalo V'Shariro Amin. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൽപ്പെട്ടു പോയതാണ്.
നമുക്കറിയാമല്ലോ നമ്മുടെ സഭയുടെ ഒരു വലിയ പ്രേക്ഷിത ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ. അതിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളർത്തിക്കൊണ്ട് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി ഒരു സാവകാശം നമ്മൾ കൊടുത്തത് മാത്രമേ ഉള്ളൂ. സോറി ഫോർ ദാറ്റ്, സോറി ഫോർ ദി ഡിലേ. നമ്മൾ ഈ വർഷം ആക്ച്വലി 1.5 മണിക്കൂർ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇത് സമയമൊക്കെ ഇട്ടത്. പക്ഷേ അത് പിന്നീട് 1/2 മണിക്കൂർ അങ്ങോട്ട് വെച്ചു. ബാക്കി 1 മണിക്കൂർ കിട്ടുമെന്ന് വിചാരിച്ചു. അതും ഇപ്പോൾ കുറേ സമയം കഴിഞ്ഞു. എനിവേ, ഇത്രത്തോളം അമ്മായിമാർ പുറകിലിരിക്കുന്നു. ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. നിങ്ങളുടെ ശുശ്രൂഷയെ വളരെയേറെ സന്തോഷത്തോടുകൂടെയും നന്ദിയോടുകൂടെയും മാനിക്കുകയാണ്. സഭയുടെ പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളതായ ഓരോ ഇടവുകളുടെയും മിനിസ്ട്രിയിൽ ഈ അച്ഛന്മാരായിരിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നിങ്ങളാണ്. നാട്ടിലെ അമ്മായിമാരെക്കാൾ ഉപരിയായിട്ട് ഇവിടുത്തെ അമ്മായിമാർക്ക് എടുക്കേണ്ടി വരുന്നതായ ലോഡ് വളരെ കൂടുതലാണ്. നാട്ടിൽ അമ്മായിമാരായിരുന്നവർ ആരും ഇവിടെ ഇല്ല എന്നാണല്ലേ. ഓക്കെ, ദാറ്റ്സ് അനദർ തിങ്. ഓക്കെ, ബിക്കോസ് നാട്ടിലെ അമ്മായിമാർക്ക് ഇപ്പോൾ ജോറച്ചനൊക്കെ നോക്കിയിരിക്കുക, എ പി ജോറച്ചനൊക്കെ, അവർക്ക് പള്ളിയിൽ എന്ത് നടക്കുന്നതേ അറിയേണ്ട കാര്യമില്ല. ഇറ്റ്സ് എൻറ്റയർലി അച്ഛൻസ് തിങ് അല്ലേ. വലിയച്ഛന്മാർക്ക് അറിയാം. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഒരു ഇടവകയിലെ ഒരു പുരോഹിതൻ്റെ കുടുംബം എന്നുള്ള നിലയിൽ ആ കുടുംബത്തിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കുക. ആരും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഒരു വീടാണ് ഒരു പുരോഹിതൻ്റെ ഭവനം എന്നുള്ളത് കൊണ്ട് ആ രീതിയിലുള്ളതായ ഒരു രീതിയും അതിൻ്റെ അച്ചടക്കവും അതിൻ്റെ രീതികളുമാണ്. അത് ഭംഗിയായിട്ട് കൊണ്ടുപോവുക. ആക്സസിബിൾ ടു എപ്പോൾ ആർക്ക് സന്ദർശനത്തിന് വന്നാലും എല്ലാവർക്കും കൂടെ ഉള്ളൊരു വീടായിട്ട് അതിനെ മാറ്റി നിർത്തുക. അങ്ങനെയുള്ള ചുമതലകളേ ഉള്ളൂ. അവർ യാതൊരു കാരണവശാലും അവർക്ക് പള്ളിയുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതായി വരുന്നില്ല. മറ്റ് പല കാര്യങ്ങളും കേൾക്കേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ള ഒരു വളരെ ഇൻസുലേഷൻ അവർക്കുണ്ട്. അതേസമയത്ത് മറ്റു കാര്യങ്ങൾ സ്ട്രഗിളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ കാര്യങ്ങളിൽ ഇവിടെയുള്ള വൈദികരുടെ ഭാര്യമാർക്ക്, അതായത് അമ്മായിമാർക്ക്, കൊച്ചമ്മമാർക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അനുഭവിക്കേണ്ടത് അവരും കൂടിയാണ്. ഈ അച്ഛന്മാരുടെ സ്ട്രെസ്സുകൾ, ചില അച്ഛന്മാർക്ക് ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും ഷുഗർ കൂടുന്നു. ഫാസ്റ്റിങ്ങിലാണ് പള്ളി പോകുന്നതെങ്കിലും പലരുടെയും ഡയബറ്റിക് കൂടുകയാണ്. ചിലർ ലേറ്റ് ലിറ്ററജി കഴിഞ്ഞ് മറ്റ് പള്ളിയിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും എക്സോസ്റ്റഡായി പിന്നെ അമ്മായിമാർ ഡ്രൈവ് ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ കൊച്ചുങ്ങളുള്ളവരാണെങ്കിൽ അത് അവർ രാവിലെ മുതൽ കുഞ്ഞുങ്ങളായിട്ട് ശനിയാഴ്ച മുതൽ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ വെള്ളിയാഴ്ച മുതൽ ഇറങ്ങേണ്ടി വരും, ഡെഫിനറ്റ്ലി ഞായറാഴ്ച. അപ്പോൾ അവരുടെ ഹോൾ വീക്കെൻഡ് ഈസ് ഗോൺ. അങ്ങനെയുള്ള അനേക കോംപ്രമൈസുകൾ അവരുടെ തന്നെ, നിങ്ങളുടെ തന്നെ ജോലികൾ അതനുസരിച്ച് വീക്കെൻഡുകൾ ഫ്രീ ആക്കി നിർത്തിക്കൊണ്ട് അച്ഛന്മാരുടെ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരുന്നു. നിങ്ങളുടെ ഫാമിലി വെക്കേഷൻസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. സോ ദർ ഇസ് ലോട്ട് ഓഫ് ചാലഞ്ചസ് യു ആർ ഫേസിങ് ആസ് വൈഫ്സ് ഓഫ് priests here in this country. So we really appreciate your efforts, your support, your prayerful companionship those you are offering to our achans. So on behalf of the church, the diocese, and on my own personal behalf, let me thank each Ammai for doing so voluntarily. നിങ്ങൾക്ക് ഓരോ കേക്ക് മുറിച്ച് തരേണ്ടതാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾ പള്ളികളിൽ മറ്റ് പല ചുമതലകളും എടുക്കുന്നുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപനം, അല്ലെങ്കിൽ കോയറിൽ പാടുന്നത്, സമാജത്തിൻ്റെ പ്രവർത്തകയായിട്ട് അനേകം കാര്യങ്ങൾ നിങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു എക്സ്ട്രാ സഹനങ്ങളാണ്. പല അച്ഛന്മാരുടെയും അമ്മമാരോട് ഇരിക്കുന്നുണ്ട്. അച്ഛന്മാർ അന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി കൂടെ ജോലി ചെയ്ത് ഫാമിലി നടത്തിയവരുണ്ട്. എല്ലാ അമ്മമാർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്കുള്ള സമയമാണ് ഒരു 5 മിനിറ്റ് എന്തെങ്കിലും തരാനായിട്ട്. നമ്മൾ ഒരു സജഷൻ കഴിഞ്ഞ ക്ലർജി കൗൺസിൽ വന്നത്, നമുക്കിപ്പോൾ എല്ലാ മാസവും 2ാമത്തെ ചൊവ്വാഴ്ച അച്ഛന്മാരുടെ മീറ്റിംഗ്, പ്രെയർ മീറ്റിംഗ് ഉണ്ട് സൂമിൽ. അപ്പോൾ കൗൺസിലിൽ വന്നപ്പോൾ ഒരു സജഷൻ വന്നത്, എന്തുകൊണ്ട് അമ്മായിമാരൊക്കെ, നമ്മൾ കഴിഞ്ഞ തവണയും എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, ഒന്നും നടന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം തോന്നിയത്, നമ്മൾ കോവിഡ് സമയത്താണ് ആ ബസ്കിയമ്മമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി
അപ്പോൾ അതിനകത്ത് നമ്മൾ റീബ അമ്മായി അല്ലേ, അമ്മായിനാണെന്ന്, റീന അമ്മായിനല്ലേ ആദ്യം വെച്ചിരുന്നത്. സ്മിത അമ്മായി ഇവിടെ ഉണ്ടോ? അപ്പോൾ അത് എനിവേ അത് കുറേ വർഷങ്ങളായി ഇപ്പോൾ. എനിക്ക് തോന്നുന്നത് അമ്മായി തന്നെ അത് ഇച്ചിരി പേരെ ലയിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ക്യാൻ 1 or 2 ക്യാൻ വോളണ്ടിയർ ടു ഹാൻഡിൽ ദാറ്റ്. ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പ് മാത്രം അഡ്മിറ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൂടി അന്ന് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ once a month പ്രെയർ മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇഫ് എനി ഓഫ് അവർ അമ്മൈസ് ബീന അമ്മായി, ഒരക്ഷരം മാറി. ഓക്കെ, maybe Beena Ammai and one of the young Ammais can volunteer. Just Shelby Ammai. Just അത് നാത്തും പോരാ. Hello, I just said some of the senior Ammais and then one. നിങ്ങളൊരാളെ കണ്ടുപിടിച്ചിട്ട് പറ. ഓക്കെ, ഞാൻ പറയാൻ വന്നതല്ല. ഇപ്പോൾ ഈ മന്ത്ലി ക്ലർജി മീറ്റിംഗ് എല്ലാ സെക്കൻഡ് ട്യൂസ്ഡേ ഉണ്ട്. അതുകൊണ്ട് വി ആർ തിങ്കിങ് ഓഫ് ഓൾട്ടർനേറ്റീവ് മന്തിൽ ഉള്ള ക്ലർജി മീറ്റിംഗ് അത് കമ്പൈൻഡ് ആക്കിയാലോ എന്നുള്ളൊരു പ്രപ്പോസലാണ് ക്ലർജി കൗൺസിലിൽ വന്നത്. ഇഫ് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ദി അച്ഛൻസ്. കാരണം നമുക്ക് നമ്മുടെ അച്ഛന്മാരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ മാത്രമുള്ള മീറ്റിങ്ങുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഒന്നും കാണുന്നില്ല, നമ്മൾ പറഞ്ഞാൽ അധികം പറയുന്നില്ല. അപ്പോൾ എവരി അതർ മീറ്റിംഗ്, അതല്ല എവരി അതർ ഓൾട്ടർനേറ്റ് മന്ത്സിലുള്ള ക്ലർജി മീറ്റിങ്ങിൽ ക്യാൻ ഇറ്റ് ബി ഇൻക്ലൂസീവ് അച്ഛൻസ് ആൻഡ് ബസ്ക്യമോസ് അങ്ങനെ ക്ലബ് ചെയ്ത് മീറ്റിംഗ് കൂടുന്നതിനകത്ത് സൂം മീറ്റിങ്ങേ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. സന്ധ്യാപ്രാർത്ഥന ഒരു ജസ്റ്റ് ഒരു ഇനീഷ്യൽ കൗമ, അത് കഴിഞ്ഞാൽ ഒരു മെസ്സേജ്, ഒരു മാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന, പിന്നെ എന്തെങ്കിലും ന്യൂസ് ഷെയർ ചെയ്യണമെങ്കിൽ അത്രയും. അതാണ് 45 minutes ഇപ്പോൾ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ഓക്കെ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ഫോർ നെക്സ്റ്റ് മന്ത്. ഓക്കെ, ആളെ കിട്ടിയോ അവിടെ? Shelby Ammai is already there, plus who? Tensa Ammai. Okay, so Beena Ammai, Shelby Ammai and Tensa. Okay, 3. Sherlachan is taking the minutes. ഇനി അമ്മായിമാർക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, അല്ലെങ്കിൽ പതുക്കെ എക്സ്ക്യൂസ് ചെയ്യാമെങ്കിൽ നമുക്ക് ബിസിനസ് മീറ്റിങ്ങിലേക്ക് ഇപ്പോൾ കയറാം. നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ? അല്ലാതെ ഗ്രൂപ്പായിട്ട് അമ്മായിമാർക്ക്? ഓക്കെ, നിങ്ങൾ പോലെ നിങ്ങളുടെ ഒരു പിക്ചർ ഇവിടെ മുന്നോട്ട് വന്ന ഒരു ഗ്രൂപ്പ് അച്ഛന്മാർ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, നിങ്ങളിങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കാമോ? ഈ ഫ്രണ്ടിൽ ഞങ്ങൾ ഇരുന്നോളാം. ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ടോ? Apology is saying that we have a room upstairs. നമ്മൾ അങ്ങേറ്റത്ത് ഒരു